മച്ചന്മാരെ ഇന്ന് നമ്മൾ കാശ്മീർ ഡേ 2-ലാണുള്ളത്. നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമർഗിക്ക് പോലാണ്. ഗുൽമർഗിക്കാണെന്ന് പോകുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ പോയ സെയിം സ്പോട്ട് തന്നെയാണ്. നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയ ടൈമിൽ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിരുന്നു. ആ സെയിം സ്പോട്ടിൽ തന്നെയായിരുന്നു ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഇതിൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ജാസ്മിൻ്റെ ഗസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഇന്നലെ ഫുഡ് കഴിച്ചത്. ഇതായിരുന്നു നമ്മളെ പാക്കേജിൽ സ്റ്റേ വരുന്നത്. ഇവിടെയാണ് മാൻഡു ഗസ്റ്റ് ഹൗസിലാണ് വരുന്നത്. നല്ല കുറേ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഹോട്ട് വാട്ടർ, പിന്നെ നല്ല വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവറോൾ നല്ല ഗാർഡൻ സെറ്റപ്പാണ്. നല്ലൊരു വിൻറ്റേജ് ലുക്കാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സർവീസാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കും കാര്യങ്ങളൊക്കെയാണ് ഇവരെത്തി നമുക്ക് കിട്ടുന്നത്. നമ്മളെ മോർണിംഗ് ഫുഡ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലു പൊറോട്ടയും തൈരുമാണ്. പിന്നെ ഊർജയുണ്ട്. ആവറേജ് ടേസ്റ്റാണ്, കുഴപ്പമില്ല. ഞങ്ങൾ പിന്നെ കഴിച്ച് പരിചയമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. Happy birthday to you. Happy birthday to you. Happy birthday to you. ല്ലേ കാശ്മീർ വെച്ചിട്ട് അതും ദാൽ ലേക്കിൻ്റെ അടുത്ത് സർപ്രൈസ് ആയത് പറയും. പ്രതീക്ഷിച്ചോ? ഇല്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയി പോയി. തടിയും പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഇനി ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മങ്ങനെ ഗുൽമർഗ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് കേബിൾ കാർട്ടിൻ്റെ അവിടേക്കാണ് പോകാൻ പോകുന്നത്. നമ്മളെ പയ്യന്മാരൊക്കെ അത് ഇവിടെ ബാക്കിൽ റെഡി ആയി നിൽക്കുന്നുണ്ട്. മോളിക്ക് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പൈസ ഒക്കെ ചോദിക്കും. നമുക്ക് ഗൈഡിനൊന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററുള്ള പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ നടക്കാനുള്ളതുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ നടന്ന് ബൈ വാക്ക് തന്നെ പോകാവുന്നതാണ്. അതിന് പറ്റാത്തവരാണെങ്കിൽ ഇവിടെ കുതിര സവാരി ഉണ്ട്, അതിന് പോവാം. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാ അപ്പോൾ നമ്മൾ കേബിൾ കാർട്ട് ചെയ്യാൻ പോണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറ്റത്താണ്, ആ കാണുന്നതാണ്. നമ്മളിവിടുന്ന് വാക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. 2.5 കിലോമീറ്ററോളം ഉണ്ട്. മച്ചന്മാരെ ഇതാണ് കേബിൾ കാർട്ടിലേക്കുള്ള എൻട്രി. ഇതാണ്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് കാരണം തന്നെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. Phase 1 ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. വരുന്നത് 700 സംതിങ് ആണ് വരുന്നത്. നല്ല തിരക്കുണ്ട്. നോക്കട്ടെ, കാണിച്ചാ ഗൈസ്, ഐ
അങ്ങനെ അപ്പൊ അവസാനം നമ്മൾ വ്യൂ എക്സ്പ്ലോർ ചെയ്യല്ലേ സൗണ്ട് കേൾക്കുക അന്നൊരു 10 സെക്കൻഡ് മുമ്പായി നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. മോളിലേക്ക് ഇനി പോവാൻ പറ്റാന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മ ഫേസ് 2 ടിക്കറ്റ് എടുക്കണില്ല. ഫേസ് 1 വന്നിട്ട് തിരിച്ചു പോകാം. ഗൈസ് അപ്പോൾ കേബിൾ കാർട്ട് വരുന്നത് 2 ഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഈ കാണുന്നത് ഫേസ് 2 ആണ്. നമ്മൾ നേരത്തെ വന്നത് ഫേസ് 1 ആണ്. ഇതിന് ടിക്കറ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ്. നമ്മൾ ഫേസ് 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫേസ് 2 ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ ആൾക്കാർ നമ്മളോട് ടിക്കറ്റ് വേണമെന്നൊക്കെ ചോദിക്കുക. അവരൊന്നും ടിക്കറ്റ് എടുക്കാണ്ടിരിക്കുക. അത് ഫേക്കാണ്, ടോട്ടലി ഫേക്കാണ്. നമ്മളവിടെ അവർ എടുത്തു തരുമ്പോൾ നമുക്ക് ഒറിജിനൽ പോലെ തോന്നും. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാലിഡല്ലാന്ന് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ടിക്കറ്റ് 1 മാസം മുമ്പൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടൊക്കെ വരാം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഫേസ് 2 ഇപ്പം ഈ കാണുന്നത് ഫേസ് 2 ആണ്. മുകളിൽ കിട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പേരാണെങ്കിൽ തന്നെ ഒരു ബൂട്ടൊക്കെ എടുത്തിട്ട് തന്നെയായിരിക്കും നല്ലത്. ഈ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തണുപ്പില്ല. അതുകൊണ്ട് തന്നെ ജാക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ള ജാക്കറ്റ് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വേൾഡിലെ തന്നെ 2nd ലാർജസ്റ്റ് കേബിൾ കാർട്ടിംഗ് എന്ന് പറയുന്നത്. കേബിൾ കാർട്ടിംഗ് ഉള്ളതിന് നമ്മൾ ഇന്ത്യ തന്നെയാണ്, കാശ്മീരിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. മസ്റ്റ് ട്രൈ ആണ് സാധനം. വാല്യൂ ഫോർ മണിയാണ്. എടാ ഒരു ചായ കുടിച്ചാലോ? എവിടെ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ക്ലൈമറ്റാണ്. അതൊന്നും കാണാൻ പറ്റില്ല. ചുറ്റും കോടയാണ്. ചുറ്റും കോടയായിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഇവിടെ നമുക്ക് ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇവിടെ ഒരു ടീക്കൊക്കെ അവർ ചാർജ് ചെയ്യുന്നത് 40 രൂപയാണ്. അതേപോലെ തന്നെ മാഗിക്ക് 80 രൂപയാണ്. ഞങ്ങൾ അത് 2 മാത്രമാണ് കഴിച്ചത്. കാരണം അതിൻ്റെ റേറ്റ് മാത്രമേ അറിയുള്ളൂ. പിന്നെ അതേപോലെ ചെക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നല്ല സീനാണ്. നല്ല മഴയുണ്ട്, പിന്നെ മഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. സീനാണ്. അടി സൽമാനെ മഞ്ഞിലടി കൊല്ല കൊല്ലി കൊല്ല മലർച്ചടി അങ്ങനെ അവൻ നൈസായിട്ട് ഗുൽമർഗ് തിരിച്ചിറങ്ങുകയാണ്. വണ്ടി അടുത്തേക്ക് പോവാണ്. നമ്മുടെ ഒരു 12 മണിയായപ്പോൾ കയറിയതാണ്. ഏകദേശം ടൈം ഒരു 5 മണിയായി. ടൈമൊന്നും പോയത് അറിഞ്ഞില്ല.
അവിടെ നോക്കിയാട്ടോ. അപ്പോൾ ഇത് കുറെ ഷോപ്പുകളുണ്ടല്ല, അതിന്റെ ഒരു ഉൾഭാഗമാണ്. അപ്പോൾ അവര് നമ്മൾ തണുക്കുന്ന പറഞ്ഞപ്പോൾ ഒരു ഉള്ളിൽ കയറ്റി നമ്മളെ തുറന്നിട്ട് പോവാനാ. ഓട്ടോമാറ്റിക് ആണ്. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. പിള്ളേരാണ് കണ്ടില്ല, തണുത്ത് ഫുൾ കോട, ഫുൾ കോട. മഞ്ഞല്ല, ഫോഗ്. പിന്നെ വേറെ സീനിന്റെ ഇതിലാകെ 6 ആൾക്കാരിക്കാൻ പറ്റുള്ളൂ. സൽമാനെ നീ ഡിസംബറിലായിരുന്ന ശരിക്കും പിടിക്കുന്നവരാരാന്നറിയാം, അവിടെ ഉള്ളവരാ. കാരണം നമ്മുടെ സ്റ്റാർട്ട് ആയിട്ട് എല്ലാം ഒന്നാണ്. അങ്ങനല്ലേ ഓരോ അവിടേക്ക് എത്താം. എല്ലാം ഒന്നാണ്. അവരാണ് നല്ലോണം പേടിക്കുക. നമ്മ പുറത്തിറങ്ങി നേരെ വണ്ടി എടുത്തിട്ട് പോവാണ്. നേരെ ഇവിടെ നേരെ ശ്രീനഗർ പോവാണ്. സ്നോ ഉള്ള ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ കാശ്മീർ ഡേ 3 ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഹൽഗാമിക്കാണ് പോകുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. പിന്നെ നല്ല രാത്രി ഭയങ്കര ക്ഷീണമായതുകൊണ്ട് നല്ല രാത്രി വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നേരെ പോകുന്നത് പഹൽഗാമിക്കാണ്. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പോയ ഹോട്ടലിലേക്ക്, സെയിം ഹോട്ടലിലേക്ക് പോവാണ്. സെയിം ഫുഡ് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. നോക്കിയിട്ട് ഇന്നലെ ഫുഡ് കഴിച്ച് സെയിം റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇന്നും കഴിക്കുന്നത്. ഗുഡ്. എങ്ങനെയുണ്ട്? പാകിസ്ഥാനിയൻ. അങ്ങനെ നമ്മ പഹൽഗാം പോണ ഒരു ആപ്പിൾ തോട്ടം കണ്ടു. അവിടെ നിർത്തിയേക്കാണ്. ഓക്കെ ഓക്കെ. കാണാനൊന്നും പൈസ ഇല്ലാന്ന് അവര് പറയുന്നേ. എന്തായാലും നോക്കി നോക്കാം. പഴുക്കണോടാ. Here you are in apple garden. This time you will only see small baby green apples. Right now they are in budding stage. Still it will take 2.5 months them to grow into a full apple. Is there any difference between Kashmiri and other apples? Yeah, Kashmiri is from one side that's red and from other side that's yellow. That's not full red Kashmiri. Any taste difference? That is super in taste. എങ്ങനെയുണ്ട്? ഇവിടെയോ എന്തോ ഒരു തകരാറ്. ഞാൻ കുടിച്ചോട്ടെ. നോർമൽ അല്ലേ നമ്മളെ നാട്ടിൽ? ഹലോ 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 ജ്യൂസ് ഉണ്ടാ
ജ്യൂസ് കൊണ്ടാറ് ജ്യൂസ് കൊണ്ടാറ് യെസ് ഇപ്പൊ പോകുന്ന വെച്ച് കഴിഞ്ഞാല് സൈനുദ്ദീൻ ഈ മക്കാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. ഹബീബി ഫ്രണ്ട് ഓഫ് അല്ലാ. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെഹൽഗാം പോണ വഴിയിലാണ് ഇത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ആള് ജസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു. ഇതെന്താടാ ഫുഡിന്റെ പേരെന്താ? ഭയ്യ നാം ക്യാ ഹൈ? യേ ഡിഷ് ഹൽവ പൂരി. ഹൽവ പൂരി മച്ചാമാരെ. അപ്പോൾ അവിടേക്ക് 2 റൂട്ടുണ്ട്. ഈ വാക്കും ഒന്ന് കാറ് പോണ റൂട്ടുമാണ്. നമ്മൾ നടന്നു പോകാന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു 300ഓളം സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം തന്നെ നമ്മ കാറ് പോണ റൂട്ട് തിരഞ്ഞെടുത്ത് നമ്മളിപ്പോൾ ആ റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കയറണമെങ്കിൽ ഒരു 20 രൂപയുടെ ഇതെടുക്കണം, പാസ് എടുക്കണം വണ്ടികൾക്ക്. മതിയിൽ കൂടെ പോവാണെങ്കിലും വണ്ടിക്ക് ഒരു 20 രൂപയുടെ പാസ് എടുക്കണം. ഗൂഗിൾ പേ